ഹലോ, നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ പൊളിറ്റിക്സ് ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. കടന്നിട്ട് എന്താ ഇത് വരാത്തത്? വന്നു തുടങ്ങാം. അപ്പോൾ ഇന്ന് നമ്മൾ പാഠം 7 അതിൻ്റെ 2ാം ഭാഗമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ജനകീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനും ചിപ്കോ മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ 2 പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തേതിൻ്റെ പേര് ദളിത് പാന്തേഴ്സ്, രണ്ടാമത്തേതിൻ്റെ പേര് ഭാരതീയ കിസാൻ യൂണിയൻ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നോക്കാം. പാർട്ടി ഇതര പ്രസ്ഥാനങ്ങൾ, പാർട്ടിയുമായി ബന്ധമില്ലാതെ കിടക്കുന്ന പ്രസ്ഥാനങ്ങൾ, സ്വതന്ത്രമായി നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ വല്ല പാർട്ടിനോട് നമ്മൾ പാർട്ടി അനുബന്ധ പ്രസ്ഥാനങ്ങൾ എന്തായിരുന്നു? ട്രേഡ് യൂണിയൻ, നക്സലൈറ്റുകൾ, ഇതൊക്കെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വളർന്നു വന്ന പ്രസ്ഥാനങ്ങളാണ്. അതായത് പക്ഷേ പാർട്ടി അല്ലാതെ ആൾക്കാരുടെ ബുദ്ധിമുട്ടനുസരിച്ചിട്ട് വളർന്നു വന്ന പ്രസ്ഥാനങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന പ്രസ്ഥാനങ്ങളും ഇനി വരാൻ ക്ലാസ്സിൽ പറയാൻ പോകുന്നതും കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ദളിത് പാന്തേഴ്സ്. ദളിത് പാന്തേഴ്സ് എന്നാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പേര്. ഈ പ്രസ്ഥാനത്തിൻ്റെ ചിഹ്നമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്ത്? ഒരു കരിമ്പുലി വരുന്നത് അല്ലേ. ഈ പാന്തർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കരിമ്പുലി എന്നാണ് കേട്ടോ. പണ്ട് ജംഗിൾ ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരുന്ന ആൾക്കറിയാം, ബഗീര എന്ന് പറഞ്ഞിട്ടൊരു കരിമ്പുലിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പണ്ട് ബാലരമ ഇതിലൊക്കെ വന്നിരുന്ന. ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ദളിത് പാന്തേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. വിശദമായിട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ദളിത് പാന്തേഴ്സ് ഇന്ത്യയിൽ ഉണ്ടാവാൻ കാരണം എന്താണ് എന്ന് വെച്ചാൽ അതിന് മുന്നുണ്ടായ എന്ത് പശ്ചാത്തലത്തിലാണ്, എന്ത് ബാക്ക്ഗ്രൗണ്ടിലാണ് അത് ഉണ്ടായി വന്നത്? പറയുന്നത് ഇന്ത്യയിൽ ഭരണഘടന നമ്മൾ ഉണ്ടാക്കി. ഭരണഘടന പ്രകാരം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർട്ടിക്കിൾ 17 മഹാത്മാഗാന്ധി കി ജയ് എന്ന് പറഞ്ഞുകൊണ്ട് പാസ്സാക്കിയ ആർട്ടിക്കിളായിരുന്നു ആർട്ടിക്കിൾ 17 ഭരണഘടനയിൽ. ആ ഭരണഘടനയിലെ ആ ആർട്ടിക്കിൾ അയിത്തം നിരോധിച്ചു. അയിത്തം എന്ന് പറഞ്ഞാൽ അസ്പൃശ്യത, തൊട്ടുകൂടായ്മ, നമ്മുടെ അസ്പൃശ്യർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചില്ലേ, അതാണ്. അത് നിരോധിച്ചിരുന്നെങ്കിലും ദളിതർക്കെതിരെയുള്ള അക്രമവും ചൂഷണവും തുടർന്നു. ഗവൺമെൻറ് നിരോധിച്ച്, പക്ഷേ ആൾക്കാരുടെ ഇടയിൽ അതിപ്പോഴും തുടർന്നു. മനസ്സിലായോ? നിയമം മൂലം ഇതാണെങ്കിലും ആൾക്കാരുടെ ഇടയിൽ അത് തുടർന്നു. അപ്പോൾ ഈ ദളിതരായ ആൾക്കാർ, പഠിച്ച ആൾക്കാരൊക്കെ കൂടിയിട്ട് തുടങ്ങിയ സംഭവമാണ് എന്ത്? ദളിത് പാന്തേഴ്സ്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന അയിത്തം നിരോധിച്ചിരുന്നെങ്കിലും ദളിതർക്കെതിരെയുള്ള അക്രമവും ചൂഷണവും തുടർന്നു. ഈ പശ്ചാത്തലത്തിലാണ് ദളിത് പാന്തേഴ്സിൻ്റെ ഉദയം എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക കേട്ടോ. ഇനി അതിൻ്റെ രൂപീകരണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അനുബന്ധ കാര്യങ്ങളും നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, 1972 മഹാരാഷ്ട്രയിൽ രൂപീകരിക്കപ്പെട്ടു. മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ നാട്. ബോംബെ ഉള്ള സ്ഥലമാണ് മഹാരാഷ്ട്ര. ഇപ്പോൾ ബോംബെ അല്ല, ഇപ്പോൾ മുംബൈ കേട്ടോ. അപ്പോൾ 1972 മഹാരാഷ്ട്രയിലാണ് ദളിത് പാന്തേഴ്സ് രൂപീകരിക്കപ്പെട്ടത്. രണ്ടാമത്, ദളിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ ആയിരുന്നു ഈ സംഘടന രൂപീകരിച്ചത്. ദളിതർക്ക് അവർക്ക് അവരുടെ അവകാശങ്ങൾ, അവരുടെ ജോലി, അവരുടെ സമൂഹത്തിലുള്ള അവകാശങ്ങളൊക്കെ നേടാൻ വേണ്ടിയിട്ടാണ് ഈ സംഘടന രൂപീകരിച്ചത്. അത്രയും കാലം, അടുത്ത പോയിൻ്റാണ് ശ്രദ്ധിക്കുക, അത്രയും കാലം ഈ ദളിതരെ മഹാത്മാഗാന്ധി കൊടുത്ത ഒരു പേര് നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു, ഹരിജൻ. 1930 ഹരിജൻ എന്നാണ് ഇവരെ വിളിക്കേണ്ടത് മഹാത്മാഗാന്ധി പറഞ്ഞു. എന്നാലും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അവരെ വിളിക്കുന്നത് ദളിതർ എന്നാണ്. ആ ദളിതർ എന്ന് പറയുന്ന വാക്ക് പ്രസിദ്ധമാകാൻ കാരണം ഈ സംഘടനയാണ്. സംഘടനയുടെ പേര് തന്നെ എന്തായിരുന്നു? ദളിത് പാന്തേഴ്സ്. പിന്നെ അതുമാത്രമല്ല, ദളിത് എന്ന് പറയുന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താ? അടിച്ചമർത്തപ്പെട്ടവർ എന്നാണ് കേട്ടോ. ഓക്കെ, ഇനി അജണ്ട അല്ലെങ്കിൽ ലക്ഷ്യം. ഈ സംഘടനയുടെ അജണ്ടയോ അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു നോക്കാം. ഒന്ന്, ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക. എന്നുവെച്ചാൽ ജാതി വേണ്ട. രണ്ടാമത്തേത്, ദളിതരെ പോലെ തന്നെ കർഷകർ എന്ന് വെച്ചാൽ ഭൂമിയില്ലാത്ത കർഷകർ, നഗരങ്ങളിലെ വ്യവസായ തൊഴിലാളികൾ തുടങ്ങിയ മർദ്ദിത വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ ബുദ്ധിമുട്ട്, നമ്മുടെ സമൂഹത്തിൽ കുറേ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സംഘടന ഉണ്ടാക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ദളിതർ മാത്രമല്ല, മറ്റവരും ഉണ്ടായിരുന്നു. പക്ഷേ ദളിതരായിരുന്നു അവരുടെ മെയിൻ ഉദ്ദേശം. ജാതി വ്യവസ്ഥ ഇല്ലാതാക്കലായിരുന്നു മെയിൻ ഉദ്ദേശം. പിന്നെ ഇവരുടെ നേട്ടങ്ങൾ, ഇവർ കുറേ പ്രവർത്തനങ്ങളും കുറേ പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തി. ഇവരുടെ മെയിൻ നേട്ടം എന്ന് പറഞ്ഞാൽ 1989 ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കി. അതാണ് പട്ടികവർഗക്കാർക്കെതിരെയുള്ള ക്രമനിയന്ത്രണം എന്നാണ് ഞാൻ ഇതിൽ എഴുതിയിട്ടുള്ളത്.
അക്രമ നിയന്ത്രണം കേട്ടോ, അക്രമ നിയന്ത്രണം, വർഗ്ഗക്കാർക്കെതിരെ ട്ടാ ഉള്ള അക്രമ നിയന്ത്രണ നിയമം നിലവിൽ വന്നു. അതിനെ ഇംഗ്ലീഷിൽ നമ്മൾ ഇതൊക്കെ ഇനി ഞങ്ങൾ അങ്ങോട്ട് പഠിക്കുമ്പോൾ വലിയ ടെക്സ്റ്റുകളിലൊക്കെ കാണാം. പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് എഗെയിൻസ്റ്റ് SC/ST എന്ന് പറയുന്ന നിയമമാണത്. എന്ന് വെച്ചാൽ പട്ടികജാതിക്കാരെയും പട്ടികവർഗ്ഗക്കാരെയും കളിയാക്കാനോ അവരെ ആക്രമിക്കാനോ ജാതിപ്പേരൊക്കെ വിളിക്കുകയാണെങ്കിൽ അത് കേസാവും. അതാണ് സംഭവം. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ചാൽ അടുത്ത പോയിന്റ് നോക്കാം. ഇതാണ് അവരുടെ മെയിൻ നേട്ടം, ഈ നിയമം കൊണ്ട് വരപ്പെട്ടു. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാണി കോൺഗ്രസ് എന്ന് പറയും. ഈ രാഷ്ട്രീയ ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഇവർ തമ്മിൽ തർക്കങ്ങൾ വന്നു, ഈ സംഘടനയിൽ നിന്ന് തർക്കങ്ങൾ വന്നു. അവർ സ്പ്ലിറ്റായി, പല പാർട്ടികളുടെ സപ്പോർട്ടൊക്കെ തേടി. അങ്ങനെ ഇതിപ്പോൾ ഈ സംഘടന വല്ല കാര്യത്തിലില്ല. കാരണം ഇവർ കുറേ അങ്ങനെ സ്പ്ലിറ്റായിപ്പോയി, പക്ഷേ തെറ്റിപ്പിരിഞ്ഞു പോയി കുറേ. മാത്രമല്ല BAMCF, ഇവിടെ ഞാൻ ചിഹ്നം കൊടുത്തിട്ടുണ്ട്, ചിഹ്നം കണ്ട, കൊടിയൊക്കെ പിടിച്ചിട്ട് ആൾക്കാർ. അങ്ങനത്തെ BAMCF എന്ന് പറയുന്ന പിന്നോക്കക്കാർക്കും ന്യൂനപക്ഷക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സംഘടനകളും വേറെ നല്ല സംഘടനകൾ വന്നു. അപ്പോൾ ഇതോടെ ഇതിൻ്റെ ആവശ്യമില്ലാതായി. ഇപ്പോൾ നിലവിൽ ഈ സംഘടന ഇല്ല കേട്ടോ. ഓക്കെ, ഇനി എന്താ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ പ്രസ്ഥാനം ഭാരതീയ കിസാൻ യൂണിയൻ. കണ്ട, ഒരാൾ ഒരു 2 കാളകളായിട്ട് പൂട്ടാൻ പോണത്. ഇതിൻ്റെ ഫുള്ള് ചിത്രം ഉണ്ടായിരുന്നു, പക്ഷേ ഇതിപ്പോൾ ഞാൻ ഇട്ടപ്പോൾ അത് എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് തോന്നുന്നു. ലോഗോ നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. അപ്പോൾ ഭാരതീയ കിസാൻ യൂണിയനെ കുറിച്ചിട്ട് നമുക്ക് പറയാം, ശ്രദ്ധിക്കാം. ഓക്കെ, അതിൻ്റെ പശ്ചാത്തലം, അത് ഉണ്ടാവാൻ കാരണം നമ്മുടെ ഇന്ത്യ ആദ്യം കുറേ നെല്ലും ഗോതമ്പൊന്നും ഉണ്ടാക്കുന്ന രാജ്യമായിരുന്നില്ല. എങ്ങനെ ഇത് നെല്ലും ഗോതമ്പൊക്കെ ഒരുപാട് ഉണ്ടാക്കുന്ന, ഭക്ഷണങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാക്കുന്ന രാജ്യമായി മാറി? അതിന് പിന്നിലൊരു കാര്യമുണ്ട്, ഹരിത വിപ്ലവം, ഗ്രീൻ റവല്യൂഷൻ ട്ടാ. ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും കാലം ഇങ്ങനെ പശുവിൻ്റെ ചാണകവും ജൈവവളങ്ങൾ എന്ന് വെച്ചാൽ പ്രകൃതിയിൽ നിന്നുള്ള വളങ്ങളൊക്കെ മാത്രമായിട്ടാണ് ഇട്ടിരുന്നത്. പിന്നെ സാധാ കിട്ടുന്ന ചെടികളിൽ നിന്ന് കിട്ടുന്ന വിത്തുകളൊക്കെ ആയിരുന്നു. പക്ഷേ മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്ത് നോർമൻ ബർലോഗ് എന്ന് പറയുന്ന ഒരാൾ, എന്താണ് നോർമൻ ബർലോഗ് ട്ടാ, മെക്സിക്കോ. ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആ മെക്സിക്കോ എന്ന രാജ്യത്തിൽ അയാൾ പുതിയ കണ്ടുപിടുത്തം നടത്തി. അയാൾ രാസവളം ഉപയോഗിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ കെമിക്കലായിട്ടുള്ള വളം ഉപയോഗിച്ച് മാത്രമല്ല, പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് പുതിയ തരം വിത്തുകളൊക്കെ കണ്ടുപിടിച്ചു മൂപ്പര്. അപ്പോൾ എന്നിട്ട് അവർ മെക്സിക്കോയിൽ പരീക്ഷിച്ചപ്പോൾ അത് വിജയിച്ച്. അപ്പോൾ അതേ സംഭവം നമ്മുടെ ഇന്ത്യയിൽ വരണമെന്ന് ഒരാൾ ആഗ്രഹിച്ചു. ആ ഡോക്ടർ MS സ്വാമിനാഥൻ എന്ന് പറയും. ആ ഡോക്ടർ ആഗ്രഹിച്ച് അയാൾ ഇന്ത്യയിലെ നോർമൻ ബർലോഗിനെ വിളിച്ച് അവിടുന്ന് വിത്തുകളൊക്കെ ഇന്ത്യയിൽ ഇറക്കി ഇവിടുന്ന് രാസവളമൊക്കെ കണ്ട് പ്രയോഗിച്ചപ്പോൾ നല്ല വിളവ് കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യ ഭക്ഷണം ഉണ്ടാക്കാനുള്ള വിളകൾ മെയിനായിട്ട് അരിയും ഗോതമ്പാണ്. ഇത് ഉൽപ്പാദിപ്പിക്കുന്നതിൽ നമ്പർ 1 സ്ഥാനക്കാരായി മാറി. അങ്ങനെ ഒരു സംഭവം 60കളിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി 70 ആ ടൈമിൽ സാമ്പത്തിക ഉദാരീകരണം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായി. എന്ന് വെച്ചാൽ വ്യവസായങ്ങൾക്ക്, ഇൻഡസ്ട്രികൾക്ക്, കൃഷിയും വ്യവസായമാണ് മെയിൻ. ഒരു രാജ്യത്തിന് പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കൃഷിയും വ്യവസായമാണ്. അപ്പോൾ വ്യവസായങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നിയമങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ ഇതൊക്കെ ആർക്കടിയായി? കർഷകർക്ക് അടിയായി. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ കർഷകർക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ കർഷകർക്ക് മുന്നോട്ട് വരണം എന്നായി. കാരണം അവരുടെ പ്രശ്നങ്ങൾക്കെതിരെ അവർക്ക് പ്രതിഷേധിച്ചാലല്ലേ അവരുടെ പ്രശ്നങ്ങൾ മാറുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഭാരതീയ കിസാൻ യൂണിയൻ്റെ ഇതുണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ രൂപീകരണവും അനുബന്ധ സംഭവങ്ങളും നമുക്ക് നോക്കാം. അത് പറയണത് എന്താണെന്ന് വെച്ചാൽ ഹരിയാനയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു സംഘടനയാണ് ഭാരതീയ കിസാൻ യൂണിയൻ. ആ ഹരിയാനയിലുള്ള ചെറിയ കർഷകരൊക്കെ കൂടിയിട്ടുള്ള ഒരു യൂണിയൻ പോലെ ആയിരുന്നു ഭാരതീയ കിസാൻ യൂണിയൻ. പക്ഷേ 1970 ജനുവരിയിൽ അവർ മീററ്റ് എന്ന് പറയുന്ന സ്ഥലം, UPയിലെ മീററ്റിനൊരു പ്രത്യേകത ഉണ്ട്. ചരിത്രത്തിൽ പറയുന്നുണ്ട് 1857 ഒന്നാം ലോകമല്ല, ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ, ഒന്നാം സ്വാതന്ത്ര്യ സമരം, നമ്മുടെ ഇന്ത്യയുടെ ആ സ്വാതന്ത്ര്യ സമരം 1857 അത് ആദ്യമായിട്ട് ഉണ്ടായ സ്ഥലമാണ് മീററ്റ് ട്ടാ. ആ മീററ്റിൽ ഒരു കാർഷിക പ്രക്ഷോഭം നടക്കുകയാണ് ഈ യൂണിയൻ്റെ, ഭാരതീയ കിസാൻ യൂണിയൻ. അതിന് വല്ലാത്ത സപ്പോർട്ട് ഉണ്ടായി. കാരണം ആ അവസരം രാജ്യത്തോ കൃഷിക്കാർക്ക് മൊത്തം പ്രശ്നമായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി വന്നു.
എല്ലാവരും കൂടി വന്നതുകൊണ്ട് അത് വൻ വിജയമായി. അങ്ങനെ ഭാരതീയ കിസാൻ യൂണിയൻ എന്നുള്ളത് ഹരിയാനയിൽ മാത്രം ഉണ്ടായിരുന്ന സംഘടന രാജ്യം മൊത്തമുള്ള കർഷകരുടെ സംഘടനയായിട്ട് മാറുകയാണ് കേട്ടോ. പിന്നെ അവരുടെ പ്രധാന ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ, കാർഷിക വിളകൾക്ക് എന്നാണ് ഞാൻ ഇവിടെ എഴുതിയത്, കാർഷിക വിളകൾക്ക് എന്നാണ് എഴുതിയ, അടിക്കുമ്പോൾ തെറ്റിയ വിളയാണ്. വിള എന്ന് പറഞ്ഞാൽ നാണ്യവിളയും ഭക്ഷ്യവിളയും ഉണ്ട്. ഭക്ഷ്യവിള എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്ന നമ്മൾ അരിയും ഗോതമ്പും ഭക്ഷണം കഴിക്കാനാണ്. നാണ്യവിള എന്ന് പറഞ്ഞാൽ ഈ പരുത്തി, ചണം, ഇതൊക്കെ തുണി ഉണ്ടാക്കാനോ ഇതിനൊക്കെ അല്ലേ, പക്ഷേ പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതായ കാരണം നാണ്യവിളകൾ എന്നും പറയും. അപ്പോൾ ഈ രണ്ട് വിളകൾക്കും, കാർഷിക വിളകൾക്ക് ഉയർന്ന തറവില നൽകുക എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിനെയാണ് ഈ കൃഷിക്കാർ സാധനം കൊടുക്കുന്നത്. എന്ത് കൃഷി ചെയ്ത് കിട്ടുന്ന സാധനം ഗവൺമെൻറ്റിനാണ് കൊടുക്കണം. അപ്പോൾ ഗവൺമെൻറ് തുച്ഛം പൈസ അവർക്ക് കൊടുക്കുകയുള്ളൂ. എന്നിട്ട് ഗവൺമെൻറ് നല്ല പൈസക്ക് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് വിൽക്കുകയും ചെയ്യും. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഗവൺമെൻറ് തന്നെ ഇവരെ നിന്ന് ആരാണോ പൈസ വാങ്ങിക്കുന്നത്, ഇവരെ ആർക്കാണോ ഡയറക്റ്റ് കൊടുക്കുന്നത് അവർക്ക് നല്ല പൈസ കൊടുക്കുക. അതാണ് തറവില എന്ന് പറയുന്നത്. ഏറ്റവും അടിസ്ഥാന വിലയാണ് തറവില. ഇനി അടുത്തത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ അന്തർ സംസ്ഥാന നീക്കത്തിനുള്ള നിയന്ത്രണം എടുത്തു കളയുക എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ആന്ധ്രാപ്രദേശിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ അരി കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ആന്ധ്രാപ്രദേശിൽ നിന്ന് കേരളത്തേക്ക് അരി കൊണ്ടുവരണമെങ്കിൽ എന്തുണ്ടാവും? പക്ഷേ ആന്ധ്രാപ്രദേശിൽ നിന്ന് കേരളത്തേക്ക് അരി കൊണ്ടുവരണമെങ്കിൽ കുറേ നിയമങ്ങളുണ്ടാവും. ഇത് ചെക്കിങ് വരും, കുറേ പേപ്പറുകൾ, അങ്ങനെ കുറേ പേപ്പറുകളും കുറേ നിയന്ത്രണങ്ങളും കൺട്രോളൊക്കെ ഉണ്ടാവും. കുറേ അത് അവിടെ ഫോം കൊടുക്കണം, ഇവിടെ ഫോം കൊടുക്കണം, വില്ലേജിലൊക്കെ അപേക്ഷയൊക്കെ പോകില്ല. അങ്ങനെ കുറേ അപേക്ഷകളും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൈസ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ആ നിയന്ത്രണങ്ങളൊക്കെ കുറച്ചും കൂടി എളുപ്പമാക്കി മാറ്റണം എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമായിരുന്നു. കാരണം ഈ നിയന്ത്രണങ്ങളുള്ള കാരണം കുറച്ചും കൂടി ഇവർക്ക് പൈസ ചിലവാണ്. അപ്പോൾ നിയന്ത്രണങ്ങൾ എടുത്ത് കളയണമെങ്കിൽ അത്രയും കുറച്ച് പൈസ മതിയായിരുന്നു ഇവർക്ക്. പിന്നെ വൈദ്യുതി നിരക്ക് കുറക്കുക, ഈ കൃഷിക്കാർക്കുള്ള കറണ്ടിൻ്റെ ചാർജ് കുറക്കുക. അടുത്ത വായ്പയുടെ തിരിച്ചടവ് ഒഴിവാക്കുക എന്ന് വെച്ചാൽ കുറേ ലോൺ എടുത്തിട്ടുണ്ട് കൃഷിക്കാർ. അപ്പോൾ ആ കൃഷിക്കാർ ആ ലോണിൽ എടുത്ത പൈസ തിരിച്ചടക്കണം. ആ തിരിച്ചടക്കുന്നത് ഒഴിവാക്കാനാണ് പറഞ്ഞത്. എന്ത് എന്നുവെച്ചാൽ കുറേ കടങ്ങൾ എഴുതി തള്ളാൻ. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവരുള്ളത് ഇപ്പോൾ. അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പോഴും ഉള്ളൊരു പ്രശ്നം തന്നെ കേട്ടോ. നമ്മൾ പേപ്പറൊക്കെ എടുത്ത് നോക്കി ഇടയ്ക്കിടയ്ക്ക് കാണാം. കാരണം കാർഷിക വായ്പയുടെ തിരിച്ചടവ് എഴുതി തള്ളുക, കാർഷിക കടം എഴുതി തള്ളുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഉള്ള പ്രശ്നം തന്നെയാണ്. ഇനി അടുത്ത പ്രധാന ആവശ്യം എന്ന് പറഞ്ഞാൽ, സർക്കാർ മുതിർന്ന കർഷകർക്ക് പെൻഷൻ നൽകുക എന്ന് വെച്ചാൽ റിട്ടയറായ കർഷകർക്ക് പെൻഷൻ നൽകുക. ബാക്കിയുള്ള എല്ലാ ജോലിക്കാർക്കും പെൻഷൻ ഉണ്ട്. പക്ഷേ കർഷകരാണ് രാജ്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ അവരെ 3 നേരം ഭക്ഷണത്തിനുള്ള സാധനം ഉണ്ടാക്കുന്നത്, അവർക്ക് പെൻഷനില്ല. അപ്പോൾ അതും ഒരു ആവശ്യമായിരുന്നു. പിന്നെ ഇവരുടെ പ്രധാന സവിശേഷതകൾ, ഇവരുടെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു ഭാരതീയ കിസാൻ യൂണിയൻ്റെ? ഒന്ന്, ഇവരുടെ സമരമുറകൾ നോക്കാം നമുക്ക്. എന്തൊക്കെയായിരുന്നു? റാലി, പ്രകടനം, കുത്തിയിരിപ്പ് സമരം, ജയിൽ നിറക്കൽ. ഇപ്പോൾ ഇതൊക്കെ സാധാരണമാണ്. പക്ഷേ അന്ന് അക്കാലത്ത് അവർ ഈ സമരമുറകളൊക്കെ പ്രയോഗിച്ച് എന്ന് വെച്ചാൽ അവരുടെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് 80കളിലെ ഏറ്റവും വിജയകരമായ പ്രസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു ഏത്? ഭാരതീയ കിസാൻ യൂണിയൻ. അടുത്ത ഇതെന്ന് പറഞ്ഞാൽ ഇതിലെ പല ആവശ്യങ്ങളും അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തിരിക്കുന്നത്. അതാണ് വേറൊരു പ്രത്യേകത. അവസാനത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഭാരതീയ കിസാൻ യൂണിയൻ്റെ കൂടെ അതിൻ്റെ ഒരു സബ്ബായിട്ടും ഒക്കെ അതിന് പാരലായിട്ട് കുറേ സംഘടനകൾ അവിടെ ഇവിടെയൊക്കെ പൊങ്ങി വന്നു. അതിൽ പ്രധാനപ്പെട്ട 2 സംഘടനകളാണ് മഹാരാഷ്ട്രയിലെ ഷെത്കാരി സംഘടനയും കർണാടകയിലെ റായത സംഘവും ട്ടാ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ആകെ 2 കാര്യങ്ങളെ പഠിച്ചുള്ളൂ. ദളിത് പാന്തേഴ്സിനെ കുറിച്ചും ഭാരതീയ കിസാൻ യൂണിയനെ കുറിച്ചും. ടെക്സ്റ്റിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് വായിച്ച് നോക്കാം. അതിനു മുന്നേ ക്ലാസ് കാണാം. ഫസ്റ്റ് ടെക്സ്റ്റ് വായിച്ച് നോക്കാം, നോട്ട്സ് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.